ഇതെല്ലാം ഡെൻഡ്രോബിയം സ്പീഷീസാണ്. ഡെൻഡ്രോബിയം വെറൈറ്റീസ് സ്പീഷീസ് ആനുവലി ഫ്ലവർ ചെയ്യും. ഹൈലി ചെടികൾ കാണാൻ ഭംഗിയില്ലെങ്കിലും ഫ്ലവേഴ്സ് ഹൈലി ബ്യൂട്ടിഫുൾ ആയിരിക്കും, ബഞ്ചായിരിക്കും. ഇത് ക്രിസോടോക്സം, ഡെൻഡ്രോബിയം ക്രിസോടോക്സം യെല്ലോ ബഞ്ചായിരിക്കും. ഇതും യെല്ലോ ചെറിയ പൂക്കളായിരിക്കും, ചെറിയ ബഞ്ചായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ചെറിയ ചെടിയാണ്. വലിയ ചെടിയാകുമ്പോഴത്തേക്ക് അനേകം ബഞ്ചുകളുണ്ടാകും. ഹൈലി ബൊക്കെ പോലെ ഇരിക്കും ഇതിൻ്റെ ഓരോന്നിൻ്റെയും. ഇത് വാർഡിയാനം, ഡെൻഡ്രോബിയം വാർഡിയാനം. അതും ആനുവൽ ഫ്ലവർ ചെയ്യും. ഫ്ലവേഴ്സ് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇത് വാൻഡ പച്ചാര ഡിലൈറ്റ്, എല്ലാം തായ്ലൻഡ് പേരുകളാണ്. അതാണ് നമുക്ക് ഇതിങ്ങനെ തോന്നുന്നത്. ഇത് വിരിഞ്ഞ് വരുമ്പോൾ പെർഫെക്റ്റ് വയലറ്റ് അല്ല ബഞ്ചായിട്ട് വരും. നല്ല ബ്യൂട്ടിഫുൾ ബഞ്ചായിരിക്കും ഇത്. വാൻഡ പച്ചാര ഡിലൈറ്റ്. ഇതെല്ലാം അതുപോലെ ഓരോ കളേഴ്സിലുള്ള വാൻഡ സ്പീഷീസാണ്. ടെറസിൽ വെള്ളം കെട്ടി നിർത്താൻ കഴിയാത്തതുകൊണ്ട് ഇതേ രീതിയിൽ ആർക്കും വാൻഡ വളർത്താം. ഇത് ഡെൻഡ്രോബിയം ഇമ്പോർട്ടഡ്, തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പ്ലാന്റാണ്. ഇത് പിരാർഡി. ഇതിപ്പോൾ ചെറിയ ചെടിയാണ്. ഇത് പൂക്കാൻ കുറച്ച് ഡോർമൻ പീരീഡ് ഇതിന് ഉള്ളതാണ്. നമ്മുടെ വാനില പോലെ. ഇത് പൂക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില പീരീഡിൽ വെള്ളവും ഒന്നും കൊടുക്കാതെ ഒന്ന് ഉണങ്ങി ഇലകളെല്ലാം പൊഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഈർപ്പം കിട്ടുമ്പോഴത്തേക്ക് എല്ലാം ഫ്ലവർ വരും. വാനില പോലെ പൂ ഇതുപോലെ ഇരിക്കും. ഇലയില്ലാതെ എത്ര വള്ളിയുണ്ടോ അതുപോലെ ഹാങ് ചെയ്ത് ഹൈലി ബ്യൂട്ടിഫുൾ ആയിരിക്കും പിരാർഡി. ഇതെല്ലാം ഡെൻഡ്രോബിയം ഫാർമറി എന്ന് പറയും. നമ്മൾ ലോക്കലൊന്നും കിട്ടുന്നതല്ല. ഇത് ബംഗാൾ ആസാമിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ വരുത്തിയതാണ്. കുറച്ച് സ്റ്റോക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കണം. ഇതും പൂക്കളെല്ലാം ഹൈലി ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇയർലി ഫ്ലവർ ചെയ്യുന്നതാണ്. ഇതും ഡെൻഡ്രോബിയം ഫെംബ്രിയേറ്റം. ഇത് ഫ്ലവേഴ്സ് ഹാങ് ചെയ്ത് വരുന്നതാണ് ഫെംബ്രിയേറ്റം. തണ്ടുകൾ ചെടി അങ്ങോട്ട് പോകുന്നെങ്കിലും കുറച്ച് വലുതാകുമ്പോഴത്തേക്ക് ഹാങ് ചെയ്ത് ഓരോന്നിലും നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും. ഇത് ഫലനോപ്സിസ്. വളർത്താൻ എളുപ്പമാണ്. ഇയർലി 1-2 പ്രാവശ്യം പൂക്കും. പൂ വന്നാലൊരു 3 മാസമെങ്കിലും ലാസ്റ്റ് ചെയ്യും. പല കളേഴ്സിലുണ്ട്. ഇതിൻ്റെ ഇലകൾ 2-3 ഇലകളെ കാണത്തുള്ളൂ. ചെടിക്ക് 1-2 ഫ്ലവർ സ്റ്റെം വരും. ഇപ്പോൾ 1 വന്നിട്ടുള്ളൂ. 2-3 വരുന്നതുണ്ട്. സ്റ്റെം വലുതായിട്ട് അതിൽ നിന്ന് ഇതുപോലെ ഫ്ലവർ ബഡുകൾ വരും. ചില ചെടികൾക്ക് ബ്രാഞ്ചസും വരും. 4-5 ചെടിയുണ്ടെങ്കിലും ചിലതിൽ 10-25 പൂക്കളുണ്ടാവും. 3 മാസത്തോളം ലാസ്റ്റ് ചെയ്യും. മോത്ത് ഓർക്കിഡ് എന്ന് തന്നെ പറയും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർക്കിഡാണ്. വെള്ളയും
ലിപ്പ് കളർ ചേഞ്ച് ഉള്ളതും യെല്ലോ ഒരുപാട് കളേഴ്സ് ഉള്ള ഒരു വെറൈറ്റിയാണ്. ലോകത്ത് ഒരുപാട് കമ്പനികൾ തന്നെ ഫലനോപ്സിസ് വളർത്തി നമ്മുടെ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്ന കമ്പനീസ് ധാരാളമുണ്ട്. ഇത് നമ്മുടെ നാടൻ പേരിൽ 500 പറയും. കരിമ്പ് പോലെ വളരും. വളരെയധികം പൂക്കളുണ്ടാവും. 1 മീറ്ററോളം നീളമുണ്ടാവും പൂക്കൾക്ക്. 2-3 ആഴ്ച നിൽക്കും. പക്ഷേ ഇത് പൂക്കുന്നതിന് നല്ല വെയിൽ വേണം. ധാരാളം പൂക്കും. ഈ ചെടികൾ ഇപ്പോൾ ഒരു പക്ഷി സങ്കേതം കൂടിയാണ്. കുരുവികളൊക്കെ ധാരാളം വന്നിരിക്കും ഇതിനകത്ത്. ഇത് ഡെൻഡ്രോബിയം ഡെൻസിഫ്ലോറം, യെല്ലോ ഫ്ലവേഴ്സ് ബഞ്ച്. ഓരോ തണ്ടിൽ നിന്നും ഓരോ ബഞ്ച് ചെറിയ കമ്മൽ ഇട്ടതുപോലെ ആയിരിക്കും. ഹൈലി ബ്യൂട്ടിഫുൾ. ഒത്തിരി ദിവസം നിൽക്കുകയും ചെയ്യും. യെല്ലോ ഫ്ലവറായിരിക്കും ബഞ്ച്. ഈ തൈസിഫ്ലോറം ഡെൻഡ്രോബിയത്തിൻ്റെ ഡെൻസിഫ്ലോറത്തിൻ്റെ ഫ്ലവർ പോലെ തന്നെയാണ്. പക്ഷേ അതിനകത്ത് ബ്രൗൺ ലിപ്പ് കൂടി ഉണ്ടാവും. അതേ ടൈപ്പ് ഫ്ലവർ തന്നെയാണ്. പക്ഷേ അത്ര ഭംഗിയുള്ള പൂക്കളാണ്. ഞങ്ങൾ 2013-2014 സാമ്പത്തിക വർഷം തിരുവനന്തപുരം കോർപ്പറേഷൻ കൃഷിഭവൻ്റെ അതിർത്തിയിൽ 14 ഇതുപോലത്തെ ഫ്ലോറിക്കൾച്ചർ യൂണിറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ ശരിക്കും ഇത് കൊടുക്കുന്നത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി തന്നെയാണ്. കാരണം വീട്ടിൽ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, വീട്ടമ്മമാർ, റിട്ടയർഡ് ഗവൺമെൻറ് സർവൻസ്, ദെൻ പുതുതായിട്ട് തൊഴിൽ തേടുന്ന യുവാക്കൾ, ഇവരെല്ലാം ഇങ്ങനെ ഫ്ലോറിക്കൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഫീൽഡിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു എളുപ്പ മാർഗ്ഗമാണ് ഈ പൂക്കൃഷി. ഇപ്പോൾ ഇതിൽ തന്നെ ഞങ്ങൾ ഓർക്കിഡ് ഉണ്ട്, ആന്തൂറിയം ഉണ്ട്, ദെൻ പൂച്ചെടികളായ ജമന്തി, ലില്ലി, അതുപോലെ ഒത്തിരി പ്ലാന്റ്സ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സാറിവിടെ അബ്ദുൽ കരീം സാർ ഇവിടെ ചെയ്തേക്കുന്ന ഓർക്കിഡാണ്. ബിക്കോസ് സാർ ആദ്യമേ കണ്ടപ്പോഴേ ഓർക്കിഡിനോട് സാറിനോട് പ്രത്യേക താല്പര്യമുള്ളതായിട്ട് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പദ്ധതിയാണ് ഇവിടെ സബ്സിഡിയായിട്ട് 35,000 രൂപ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് വഴി ഈ സമൂഹത്തിനുണ്ടാകുന്ന മാറ്റം മീൻസ് സാറ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, വൈകുന്നേര സമയവും രാവിലെ സമയവും കുടുംബമായിട്ട് ചിലവഴിക്കാൻ പറ്റിയൊരു സമയം. പിന്നെ അഡീഷണൽ ബെനിഫിറ്റായിട്ട് സാമ്പത്തിക നേട്ടം. ഒരു റിട്ടയർഡ് ഗവൺമെൻറ് സർവൻ്റാണ്, സാറിന് വേണമെങ്കിൽ വേറെ ജോലി അന്വേഷിച്ചാൽ കിട്ടും, കാരണം ഒരു ഉയർന്ന പോസ്റ്റിലാണ് റിട്ടയർ ആയത്. ബട്ട് ഒരു മാനസിക ഉല്ലാസം കണ്ടെത്തുന്നത് വഴി ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. ഇപ്പോൾ ഇതുമാതിരിയുള്ള കൾട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാരെ മുഖം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, അവരുടെ സ്മൈലിന്, ചിരിക്കൊരു പ്രത്യേകതയുണ്ട്. തീർച്ചയായിട്ടും ഒരു നമ്മൾ സമൂഹത്തിൽ വേറൊരു ശ്രേണിയിൽ നിൽക്കുന്ന ഈ ആളിനെയും നമ്മൾ ഒരുമിച്ച് ഒരിടത്ത് നിർത്തിയാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് അവരുടെ മൈൻഡ് അത്ര സിമ്പിളാണ്. അവർ പൂക്കളെ സ്നേഹിക്കുന്നു, സമൂഹത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരു ടോട്ടൽ ചേഞ്ചിന് പറ്റിയ ഒരു സാധനമാണിത്. ഞാൻ എൻ്റെ ഇനീഷ്യൽ പോസ്റ്റിങ് വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലായിരുന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ മെൻ്റലി റിട്ടാർഡഡ് പീപ്പിൾസിനെ ട്രീറ്റ് ചെയ്യുന്നൊരു ചാരിറ്റി ഹോമുണ്ട്. അവിടെ ഞങ്ങൾ ഇതുപോലെ ഒരു ഹോർട്ടിക്കൾച്ചർ സ്കീം കൊടുത്തു. ആ സ്കീമിൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ിലും തിരിച്ചു വിട്ടിട്ട് വീട്ടുകാർ കുടുംബം ഏറ്റെടുക്കാൻ പറ്റാത്ത ആൾക്കാർ, ഈവൻ കൊണ്ടുപോയാൽ അവിടെ വീട് ഇഷ്ടപ്പെടാതെ തിരിച്ചു വരുന്ന ആൾക്കാർ, എല്ലാവർക്കും തന്നെ ഇതുമാതിരിയുള്ള സാധനം ഫ്ലോറിക്കൾച്ചർ സ്കീം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ അവർ ഓരോരുത്തരും പൂക്കളെ നോക്കി കാണുന്നതും പരിചരിക്കുന്നതും ഒരു പ്രത്യേകതയാണ്. കാരണം അവൻ ശരിക്കും പൂക്കളോട് സംസാരിക്കുന്നു. അവന് പൂക്കളെ പേടിയില്ല. പക്ഷേ എൻ്റെ മുഖം കണ്ടാൽ അവൻ പേടിക്കും. അവന് പൂക്കളെ പേടിയില്ല. അവൻ ജമന്തിയോട് സംസാരിക്കുന്നു, അവൻ ആന്തൂരത്തോട് സംസാരിക്കുന്നു, റോസിനോട് സംസാരിക്കുന്നു. അപ്പോൾ ഏറ്റവും പറ്റിയൊരു മാനസിക ഉല്ലാസത്തിന് പറ്റിയ ഒരു സാധനമാണിത്. പിന്നെ ഇവിടെ മെയിനായിട്ട് ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന മോണോപോഡിയൽ, സിംബോഡിയൽ ഇങ്ങനെ പറയുന്ന 2 വെറൈറ്റിയാണ് ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. സാറിന് ഏറ്റവും കൂടുതൽ താല്പര്യം വെറൈറ്റി കളക്ഷനാണ്. പിന്നെ ആദ്യം കുറേ ഫ്ലവേഴ്സ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നു. ഫ്ലവേഴ്സിന് ഇപ്പോൾ മാർക്കറ്റ് ബുദ്ധിമുട്ടാണ്. കാരണം
നമ്മുടെ ഇവിടുത്തെ ഫ്ലവർ സ്റ്റോക്കിനേക്കാളും വില കുറച്ച് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് സെയിലാണ് ഇപ്പോൾ എല്ലാവരും ഈ ടീം ഈ ഫ്ലോറിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ചെടികളാണ് വിൽക്കുന്നത്. കാരണം ഒരു ശരിക്കും ഇതൊക്കെ ഒരു 1000-1500 രൂപയ്ക്ക് സുഖമായിട്ട് ഒരാൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ വാങ്ങിപ്പോകും. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലവർ ഒരു മോഹ വില തന്നെയാണ്. ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ വാങ്ങിയിരിക്കും. അയാളുടെ വീട്ടിൽ 2-3 ചെടി വെച്ച് കഴിഞ്ഞാൽ അതൊരു മാറ്റം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പല സ്കീംസും ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട്. അത് കുറച്ച് ഇപ്പോൾ കൊക്കോ കൾട്ടിവേഷനായി, അതുപോലെ സഫേദ് മുസ്ലിം കൾട്ടിവേഷൻ വന്നു. കുറച്ച് നാൾ ഇത് നിന്നു, എന്നിട്ട് തിരികെ പോയി. പക്ഷേ ഇത് ഒരിക്കലും ഇപ്പോൾ സാമ്പത്തിക നേട്ടം ഉണ്ടായില്ലെങ്കിൽ കൂടെ വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്താൽ ഒരു നെവർ എൻഡിങ് പ്രോഗ്രാമായിട്ട് ലൈഫിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഈ ഒരു സ്കീമിൻ്റെ ഈ ഒരു കൃഷിയുടെ പ്രത്യേകത. വിളപ്പിൽശാല മാലിന്യ ഫാക്ടറി അടച്ചുപൂട്ടിയതോടുകൂടി ഞങ്ങളുടെ വീടുകളിൽ വന്ന് വേസ്റ്റ് എടുക്കാതെ വന്നപ്പോൾ ഉണ്ടായ പ്രതിസന്ധി തരണം ചെയ്യാനായിട്ട് സ്വയം കണ്ടെത്തിയ ഒരു ആശയത്തിൻ്റെ ഒരാവിഷ്കാരമാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ ഇതുപോലെ ഉള്ള 2 കോൺക്രീറ്റ് ചട്ടികളും 10 ചെടികളും ചേർന്ന സംവിധാനമാണ്. ഇത് 20 ഇഞ്ച് വ്യാസമുള്ള 2 കോൺക്രീറ്റ് ചട്ടികൾ. ഇതിൻ്റെ ആശയം വളരെ ലളിതമാണ്, നിർമ്മാണവും അതുപോലെ ലളിതമാണ്. 20 ഇഞ്ച് ചട്ടിയിൽ ഒരു വാൾവ് ഏറ്റവും അടിയിലായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിയിൽ നിന്നും 3 ഇഞ്ച് ഉയരത്തിലായിട്ട് ഒരു ഫിൽറ്റർ സിസ്റ്റം ഇത് വയ്ക്കുന്നു. മഴവെള്ളവും എലിശല്യവും ഒഴിവാക്കാനായിട്ട് ഒരു അലൂമിനിയം അടപ്പ്, ഇത്രയേ ഉള്ളൂ. പെയിൻ്റ് അടിച്ച് അകവും പുറവും പെയിൻ്റ് അടിച്ച് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുമുറ്റത്ത് വയ്ക്കാൻ വളരെ നന്നായിരിക്കും. ഇതിൻ്റെ ആശയം കിട്ടിയത് നമ്മുടെ പബ്ലിക് പ്ലേസിൽ നിന്ന് തന്നെയാണ്. ആൾക്കാർ അടുക്കള മാലിന്യം കൊണ്ട് ഇട്ട് അഴുകി ദ്രാവകം ഒലിച്ച് നാറിക്കിടക്കുന്ന ആ അവസ്ഥ തന്നെയാണ് ഒരു ചട്ടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പൊതുസ്ഥലത്ത് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ചട്ടിക്കുള്ളിൽ മാലിന്യത്തിന് അഴുക്കി അതിൻ്റെ സ്മെല്ല് ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുന്നു. ദിവസവും അടുക്കള മാലിന്യം ഈ ചട്ടിക്കുള്ളിലേക്ക് ഇടുകയും അത് അഴുകി ഊറി വരുന്ന ദ്രാവകം ഇതിൻ്റെ അടിയിൽ അടിയുകയും 2-ാം ദിവസം മാലിന്യം ഇടുന്ന കൂട്ടത്തിൽ ടാപ്പ് തുറന്ന് ഒരു 200-300 ml വരുന്ന വാഷ് ആ ദ്രാവകം പുറത്തെടുത്ത് കൂടുതൽ വെള്ളം ചേർത്ത് ഈ ഉദ്ദേശിച്ച 10 ചെടികൾക്ക് ഒഴിക്കുന്നതാണ് ഇതിൻ്റെ രീതി. ആഴ്ചകൾ കഴിയുമ്പോൾ ഇതിൽ പുഴുക്കളുണ്ടാവും. മറ്റ് പൈപ്പ് കമ്പോസ്റ്റിൽ ഉണ്ടാകുന്ന പറഞ്ഞാൽ പുഴുക്കളുണ്ടാവും. കോൺക്രീറ്റ് ചട്ടിയായതുകൊണ്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് പുഴുക്കളെ കൊല്ലാം. തിളച്ച വെള്ളം ഒഴിക്കുമ്പോഴേക്കും ടാപ്പ് തുറന്ന് ഡ്രെയിൻ ചെയ്ത് കളയണം. ആഴ്ചയിലൊരിക്കൽ EM സൊല്യൂഷനോ വേപ്പിൻ പിണ്ണാക്കോ ചാണകപ്പൊടിയോ വിതരണം. അങ്ങനെ ചെയ്തില്ലെങ്കിലും 3 മാസത്തോളം ഇതിലെ കമ്പോസ്റ്റ് എടുക്കുന്നത് വരെയും ഒരു സ്മെല്ലും നമ്മൾ അനുഭവപ്പെടുത്തില്ല. പക്ഷേ ഈ പറഞ്ഞ 3-ലേതെങ്കിലും ഇതിൽ ചേർക്കാതിരുന്നാൽ കമ്പോസ്റ്റ് എടുക്കുന്ന ആ ദിവസം അഴുകിയ മണം അനുഭവപ്പെടും. വേപ്പിൻ പിണ്ണാക്കോ ചാണകപ്പൊടിയോ ചേർത്ത് ഉണ്ടാകുന്ന വളം വളരാനും പൂക്കാനും കായ്ക്കാനും വളരെ ഉത്തമമായി കണ്ടിട്ടുണ്ട്.
ഒരു ചട്ടി നിറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ മണ്ണിട്ട് അടച്ചു വയ്ക്കണം. ഞങ്ങളെപ്പോലെയുള്ള ഒരു കുടുംബത്തിന് 45 ദിവസത്തോളം ഇതിൽ വേസ്റ്റ് ഇടാം. വേസ്റ്റ് ഓരോ ദിവസം തോറും അത് ചീഞ്ഞ് വരും തോറും താഴ്ന്നു വരും. നിറച്ച് മണ്ണിട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നല്ല കോമ്പാക്റ്റായിട്ട് കിട്ടും. ഇന്ന് അടച്ചു കഴിഞ്ഞാൽ അടുത്ത ചട്ടിയിലേക്ക് നമ്മൾ വേസ്റ്റ് ഇട്ട് തുടങ്ങണം. ഇതേ പ്രക്രിയ തന്നെ അവിടെയും നിങ്ങൾ ചെയ്യണം. അത് ഏകദേശം രണ്ടാമത്തെ ചട്ടിയിൽ വേസ്റ്റ് ഏകദേശം നിറയാറാകുമ്പോൾ ആദ്യത്തെ ചട്ടിയിലെ മാലിന്യം നല്ല കമ്പോസ്റ്റായി മാറിയിരിക്കും. അതിനെ വീട്ടിൽ മുറ്റത്ത് നട്ടിരിക്കുന്ന ചെടികൾക്ക് ചുവട്ടിലിട്ട് മണ്ണിട്ട് മൂടണം. ഈ ശേഷം ഇതൊന്ന് വെള്ളമൊഴിച്ച് വൃത്തിയാക്കിയിട്ട് രണ്ടാമത്തെ ചട്ടി മണ്ണിട്ട് മൂടി അടച്ച് വെച്ചതിന് ശേഷം പിറ്റേന്ന് വേസ്റ്റ് ഇതിലിട്ട് തുടങ്ങണം. ഈ പ്രക്രിയ നടത്തിക്കൊണ്ടേയിരിക്കണം. രണ്ടാമത്തെ ചട്ടിയിലെ കമ്പോസ്റ്റ് ചെടി ചുവട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ ആദ്യമിട്ട കമ്പോസ്റ്റ് എല്ലാം മണ്ണായി മാറിയിരിക്കും. ഇതിൻ്റെ പ്രിൻസിപ്പിൾ തന്നെ വേസ്റ്റ്, അടുക്കള വേസ്റ്റ് ചട്ടിയിലേക്കും ചട്ടിയിൽ നിന്നും വളം ചെടി ചുവട്ടിലേക്കും എന്നുള്ളതാണ്. ഇത് എല്ലാ വീടുകളിലും വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. ഇത് വലിയ ചട്ടിയായതുകൊണ്ട് വേസ്റ്റ് ഇടാൻ സൗകര്യമാണ്. ചട്ടിയിൽ നിന്നും കമ്പോസ്റ്റ് വാരാനും സൗകര്യമാണ്. ഇതെല്ലാവരും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വീടുകളിൽ നിന്നും പബ്ലിക് പ്ലേസിലേക്കുള്ള മാലിന്യത്തിൻ്റെ ഒഴുക്ക് വളരെ കുറയുകയും നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ വളരെ ഉപകാരപ്രദമായിരിക്കും. എനിക്കിവിടെ 6 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. വീടിന് ചുറ്റും കുറച്ച് ഓപ്പൺ പ്ലേസ് ഉണ്ട്. അവിടെ ഞാൻ മാവ് നട്ടിരിക്കുന്നു. 4 വർഷമായ മാവാണ്. ഈ കമ്പോസ്റ്റാണ് അതിൻ്റെ ചോട്ടിടുന്നത്. കറിവേപ്പില, വിഷമടിച്ച കറിവേപ്പില ഞങ്ങൾ വാങ്ങാറില്ല. തഴച്ച് വളരുന്നത് നോക്കിയാൽ കാണാം. ഞങ്ങൾ ഉപയോഗിക്കും. വീട്ടിൽ ഓർക്കിഡ് ചെടികൾ വാങ്ങാൻ വരുന്നവനും ഒരു കെട്ട് കറിവേപ്പിലമായിട്ടാണ് മടങ്ങി പോകുന്നത്. പപ്പയ ഉണ്ട്, മുരിങ്ങ 2 ഉണ്ട്. ഒന്ന് കായ കാച്ച് തിന്നാനും ഒന്ന് ഇല പറിച്ച് ഞങ്ങൾക്ക് തിന്നാനും. പിന്നെ കറിയിലിടാൻ പുളിയുണ്ട്, ഒരു തെങ്ങുണ്ട്. ഇതിനെല്ലാം ഞങ്ങളിടുന്നത് ഇതിൽ നിന്നും വരുന്ന കമ്പോസ്റ്റ്. ഞങ്ങൾക്ക് വേസ്റ്റ് പുറത്ത് കളയാനില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വേസ്റ്റ് അടുക്കള മാലിന്യം വലിച്ചെറിയരുത്. അത് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു അസംസ്കൃത വസ്തുവാണ്. അത് ഉറവിടത്തിൽ തന്നെ അഴുകി നാറുന്നതിന് മുമ്പ് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം. അതിൽ നിന്ന് കിട്ടുന്ന നല്ല വളം നമുക്ക് ഉപയോഗിച്ച് മുറ്റത്തും ടെറസിലും പൂച്ചെടികളും വിഷമില്ലാത്ത പച്ചക്കറികളും നമുക്ക് ഉണ്ടാക്കാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊഴിൽദാന പദ്ധതി അംഗങ്ങൾക്ക് വാഴ കൃഷിക്ക് ധനസഹായം. പച്ചക്കറി തൈകളിലെ മൊസൈക്ക് രോഗം നിയന്ത്രിക്കണം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. 1 ലക്ഷം തൊഴിൽദാന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾക്ക് വാഴ കൃഷിക്ക് ആനുകൂല്യം നൽകുന്നു. അംഗങ്ങൾ കുറഞ്ഞത് 25 സെന്റ് സ്ഥലത്ത് 250 വാഴകൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരായിരിക്കണം. 250 വാഴകളുള്ള ഒരു യൂണിറ്റിന് 5250 രൂപ ധനസഹായമായി നൽകും. ഇതിനായി കർഷകർ അതാത് കൃഷിഭവനുകളിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യണം.
മാരകമായ കീടനാശിനികളും മറ്റ് രാസവസ്തുക്കളും മണ്ണിനെയും കാർഷികോൽപ്പന്നങ്ങളെ വിഷമയമാക്കുന്നത് തടയാൻ മണ്ണിര, അസോള, വിവിധ ബയോ കൺട്രോൾ ഏജന്റ്, ബയോ ഫെർട്ടിലൈസർ എന്നിവ ഉപയോഗിക്കണം. വിവിധ ബയോ കൺട്രോൾ ഏജന്റുകളായ ട്രൈക്കോഡെർമ, ട്രൈക്കോഗ്രാമ, സ്യൂഡോമോണസ്, ബിവേറിയ, വെർട്ടിസീലിയം എന്നിവ മണ്ണുത്തിയിലെ ബയോ കൺട്രോൾ ലാബിൽ നിന്നും കർഷകർക്ക് ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487 237 4605. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെയും ഭാരത് സേവക് സമാജും ചേർന്ന് കൂൺ വിഭവ നിർമ്മാണ പരിശീലനം നടത്തുന്നു. അഭിമുഖം ആഗസ്റ്റ് 5 രാവിലെ 10 മണിക്ക് ഭാരത് സേവക് സമാജിന്റെ കവടിയാറിലുള്ള അഗ്രി ഹോർട്ടി മിഷനിൽ നടക്കും. വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 243 9322. പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം കർഷകർക്ക് നൽകുന്ന കാർഷിക നിർദ്ദേശങ്ങൾ. കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലുള്ള നെൽകൃഷിയിൽ ബ്ലാസ്റ്റ് രോഗം കണ്ടുവരുന്നു. പ്രതിവിധിയായി ബവസ്റ്റിൻ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി നെൽച്ചെടികളിൽ തളിക്കുക. ഓലച്ചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമാണെങ്കിൽ ഡക്കുമി 3 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലും കലക്കി തളിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം, നെടുമങ്ങാട്, കാട്ടാക്കട, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, വർക്കല, പുളിമാത്ത് എന്നീ ബ്ലോക്കുകളിൽപ്പെട്ട എല്ലാ കൃഷിഭവനുകൾ വഴിയും ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിതരണം ചെയ്യുന്നു. ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ആവശ്യമുള്ള കർഷകർ കൃഷിഭവനുകളിൽ പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. ചിങ്ങം 1 കർഷക ദിനത്തോടനുബന്ധിച്ച് വട്ടിയൂർക്കാവ് കൃഷിഭവൻ മികച്ച കർഷകരെ ആദരിക്കുന്നു. ഇതിനുള്ള അപേക്ഷകൾ ആഗസ്റ്റ് 8 മുൻപായി കൃഷിഭവനിൽ നൽകണം. ജീവാണുവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ജീവാണുവളങ്ങളും രാസവളങ്ങളും ഒരുമിച്ച് കലർത്തി ഉപയോഗിക്കരുത്. ജീവാണുവളം പുരട്ടിയ വിത്തുകൾ വെയിൽ കൊള്ളിക്കരുത്. ജീവാണുവളം പുരട്ടിയ വിത്തോ തൈകളോ 24 മണിക്കൂറിനുള്ളിൽ നടേണ്ടതാണ്. വിപണിയിൽ ലഭ്യമായ ജീവാണുവളങ്ങൾ മണ്ണിൽ പ്രയോഗിക്കുമ്പോൾ ജൈവവളവുമായി കലർത്തി ഉപയോഗിക്കുക. ജീവാണുവളങ്ങൾ മണ്ണിൽ ഉപയോഗിക്കുമ്പോൾ മണ്ണിൽ ഈർപ്പം ഉണ്ടായിരിക്കേണ്ടതാണ്. പച്ചക്കറി ചെടികൾ മൊസൈക്ക് രോഗം, വെള്ളീച്ച, മുഞ്ഞ എന്നീ കീടങ്ങൾ വഴിയാണ് ഉണ്ടാകുന്നത്. ഇലകളിൽ മഞ്ഞയും പച്ചയും കലർന്ന നിറവ്യത്യാസം, ഇല ചെറുതാകുക, ഇലമുരടിപ്പ്, കായ്കൾ മുരടിച്ച് ചെറുതാകുക, കായ്കളിൽ മുഴ ഉണ്ടാവുക എന്നിവയാണ് മൊസൈക്ക് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. രോഗം പരത്തുന്ന മുഞ്ഞ, വെള്ളീച്ച എന്നിവയെ നിയന്ത്രിക്കുക. രോഗം ബാധിച്ച ചെടികൾ തീയിട്ട് നശിപ്പിക്കുക. തടത്തിൽ കൂടുതൽ വിത്തുകൾ നട്ട് ചെടി വെള്ളി വീഴുന്ന അവസരത്തിൽ തടത്തിൽ ആരോഗ്യമുള്ള 2 ചെടികൾ മാത്രം നിലനിർത്തുന്നതും ബാക്കി പറിച്ചു കളയുകയും ചെയ്യുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 15,450 രൂപ, കോഴിക്കോട് 16,400 രൂപ, തൃശ്ശൂരിൽ 15,500 രൂപ. കൊപ്ര കൊച്ചിയിൽ 10,600 രൂപ, കോഴിക്കോട് 11,000 രൂപ, തൃശ്ശൂരിൽ 10,430 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 72,000 രൂപ, ഗാർബിൾഡ് 75,000 രൂപ. ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ. മഞ്ഞൾ സേലം 7,000 രൂപ, ഈറോഡ് 7,200 രൂപ. അടയ്ക്ക പുതിയത് 26,000-നും 27,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5 ഗ്രേഡ് 13,200 രൂപ, 4 ഗ്രേഡ് 13,750 രൂപ. കോട്ടയത്ത് റബ്ബർ 5 ഗ്രേഡ് 13,150 രൂപ, 4 ഗ്രേഡ് 13,800 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 15,450 രൂപ, കൊപ്ര 10,600 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 72,000 രൂപ, ഗാർബിൾഡ് 75,000 രൂപ. ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 26,000-നും 27,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 225-നും 275-നും മധ്യേ. തൊണ്ടില്ലാത്തത് 450-നും 475-നും മധ്യേ. ജാതിപത്രി 750-നും 900-നും മധ്യേ. ഗ്രാമ്പു 900-നും 1,025-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 13,200 രൂപ, 4 ഗ്രേഡ് 13,750 രൂപ. ഒട്ടുപാൽ 8,700 രൂപ, ലാറ്റക്സ് 9,800 രൂപ. ഇനി കമ്പോള അവലോകനം. ഹൈറേഞ്ചിൽ പുതിയ ഏലക്കയുടെ വരവ് ചുരുങ്ങിയിട്ടും കുമിളിയിൽ ഇന്ന് നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾക്ക് കിലോ 1,000 രൂപയുടെ
താങ്ങ് നഷ്ടമാതി. കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും വാങ്ങുകാരായി അണിനിരന്നിട്ടും മികച്ച ഇനങ്ങൾ 985 രൂപയ്ക്കും ശരാശരി ഇനങ്ങൾ 708 രൂപയിലും താഴ്ന്നു. ലേലത്തിനെത്തിയ 16,255 കിലോ ചരക്ക് പൂർണ്ണമായും വിറ്റഴിഞ്ഞു. ദക്ഷിണേന്ത്യയിൽ നാളികേര ഉൽപ്പന്നങ്ങൾ കരുത്ത് നിലനിർത്തി. ഇന്നലെ വില തകർച്ചയെ അഭിമുഖീകരിച്ച തമിഴ്നാട് എണ്ണ വിപണി ഇന്ന് തിരിച്ചുവരവ് നടത്തിയത് കൊപ്ര ഉൽപ്പാദകർക്കും നാളികേര കർഷകർക്കും നേട്ടമാവും. മുംബൈ മാർക്കറ്റിൽ പാമോയിൽ, സൂര്യകാന്തി എണ്ണ വില ഉയർന്നതും വെളിച്ചെണ്ണയ്ക്ക് ചൂട് പകർന്നു. കാലാവസ്ഥ അല്പം തെളിഞ്ഞെങ്കിലും റബ്ബറിന്റെയും ലാറ്റക്സിന്റെയും വരവ് ഉയർന്നില്ല. അതേസമയം വ്യാവസായിക മേഖലയിൽ നിന്നുള്ള ആവശ്യക്കാരുടെ വരവ് നിരക്ക് ചെറിയ തോതിൽ ഉയർത്തി. വിപണിയിലേക്കുള്ള കുരുമുളക് വരവ് ചുരുങ്ങിയെങ്കിലും കയറ്റുമതി മേഖലയിൽ നിന്ന് അന്വേഷണങ്ങൾ ഉണ്ടായില്ല. ആഭ്യന്തര വ്യാപാരികൾ രംഗത്ത് സജീവമല്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.2, 24. കൊച്ചി 31, 26.6. ആലപ്പുഴ 31.7, 26. പുനലൂർ 31.2, 22. തിരുവനന്തപുരം കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.